ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. എത്രയോ ധന്യം എൻ്റെ ജന്മം, എങ്ങനെ ചൊല്ലും നന്ദി നാഥ, എന്നെയും കൈക്കൊണ്ടു നീ ജീവനിൽ സ്നേഹമായി മാറി. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതയാമത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ആലോചനയുമായി പ്രഭാത ജാഗരണത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ കൃപയൊരുക്കിയ ദൈവത്തെ അതിയായി സ്തുതിക്കുകയാണ്. ഏവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ ചിന്താ വീക്ഷണം നിരന്തര പഠനം എന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 2-ാമത്തെ വാക്യമാണ് ചിന്തയ്ക്ക് ആധാരമായ വേദശകലം. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു പറഞ്ഞത് എന്ന വൈദ്യനായ ലൂക്കോസ് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇവിടെ പഠനത്തെക്കുറിച്ചുള്ള പഠിക്കുവാൻ വിമുഖത കാണിക്കാതെ പഠനം തുടരുവാനുള്ളതായ മനസ്സുള്ള വ്യക്തികളാണ് അനുയോജ്യമായ ഉദ്യോഗാർത്ഥികൾ എന്ന, അല്ലെങ്കിൽ അനുയോജ്യമായ ഉദ്യോഗാർത്ഥി എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് സഭയുടെ കാര്യം നാം ചിന്തിക്കുമ്പോഴും സഭയുടെ ഐക്യം അല്ലെങ്കിൽ സഭയുടെ വളർച്ച എന്ന് പറയുന്നത് അത് സ്വയമായി ഉണ്ടാകുന്നതല്ല, പിന്നെയോ അതിനായി പ്രവർത്തിക്കുവാൻ ജനങ്ങൾ പ്രതിജ്ഞാബദ്ധരായി ഉണ്ടാകണം. അതിനായി ഒരു വീക്ഷണത്തോടു കൂടിയുള്ളതായ പ്രവർത്തനം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഐക്യം കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട സഭയിലായാലും സമൂഹത്തിലായാലും ഐക്യം കൊണ്ടുവരുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് പൊതുവായ ലക്ഷ്യബോധമാണ്. അതുകൊണ്ടാണ് പ്രസംഗത്തിൻ്റെയും രോഗശാന്തിയുടെയും കാൽച്ചുവടുകൾ പിന്തുടരുവാൻ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞത്. തൻ്റെ ജനം അനേകം നഗരങ്ങളിൽ പോയി അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തേണ്ടതിനും അവരോട് ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു എന്നും പറയേണ്ടതെന്നും യേശു വിശദീകരിച്ചു. നമുക്കൊരു രോഗശാന്തി അതിൻ്റെ സാന്നിധ്യം അറിയുവാൻ അനവധി മാർഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് രോഗികളായിട്ട് പ്രാർത്ഥിക്കുക, അവരുടെ ആരോഗ്യത്തെക്കുറിച്ച്, അവർ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച്, അവരുടെ ആരോഗ്യശീലങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യണം, അവരെ പരിശീലിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനവുമായി ബന്ധപ്പെട്ടുള്ളതായ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. തന്നെയുമല്ല, സ്നേഹത്തിലൂടെയും സൗഹൃദത്തിലൂടെയും ദൈവത്തിൻ്റെ വചനങ്ങൾ അവരുമായി പങ്കുവയ്ക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക എന്നുള്ളതായ വലിയ ഉദ്ദേശവും അതിൽ നമ്മിൽ നിക്ഷിപ്തമാണ്. ഇന്നത്തെ ആളുകളുടെ ജീവിതത്തിൽ ബൈബിൾ എത്രത്തോളം പ്രസക്തമാണ് എന്നും ബൈബിളിൻ്റെതായ ഉപദേശങ്ങളും ബൈബിളിൻ്റെതായ കാഴ്ചപ്പാടുകളെയും കൊണ്ട് അവരെ ബോധവാന്മാരാക്കുക എന്നുള്ളതായൊരു ദൗത്യവും നമ്മൾ ദൈവം നൽകിയിരിക്കുകയാണ്. ക്രിസ്തു ഇപ്രകാരം തൻ്റെ ശുശ്രൂഷയിൽ സാക്ഷ്യപ്പെടുത്തിയ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ, അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തേക്കും അവരെ തനിക്ക് മുൻപായി ഈരണ്ടായി അയച്ച് അവരോട് ക്രിസ്തു പറഞ്ഞു. അപ്പോൾ ഈ വചനങ്ങൾ ദൈവത്തിൻ്റെതായ സുവിശേഷത്തിൻ്റെ ഭാഗമായുള്ളതായ വചന ശുശ്രൂഷകളും രോഗശാന്തി ശുശ്രൂഷകളും മറ്റുള്ളവരെ എത്തിക്കുന്നതിലൂടെ അവരുടെ ആ ദൗത്യം, ക്രിസ്തു ഏൽപ്പിച്ചതായ ദൗത്യം പൂർത്തീകരിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം ശിഷ്യന്മാർക്ക് നൽകിയതിലൂടെ ഈ അന്ത്യകാലത്തിൽ ജീവിക്കുന്നതായ നമ്മേലും അത് നിക്ഷിപ്തമായിരിക്കുകയാണ്. എന്താണ് നിക്ഷിപ്തം? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ വചനത്തിൻ്റെ പൂർണ്ണതയും ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ പ്രത്യാശയുടെ അനുഭവത്തെയും നാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ പ്രതിജ്ഞാബദ്ധരാണ്. അപ്പോൾ എത്രത്തോളം പ്രത്യാശയോടെ ഈ വചനങ്ങളെ അവരിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം നാം പ്രതിജ്ഞാബദ്ധതയോടുകൂടി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഇവിടെ മുൻനിർത്തുകയാണ്. കാരണം കാലം അതിൻ്റെ അന്ത്യത്തിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ വലിയ ദൗത്യം പ്രത്യാശയോടെ പൂർത്തീകരിച്ച് നാം മാത്രമല്ല നമ്മൾ ആദായപ്പെട്ട അനേകരെയും ക്രിസ്തുവിലേക്ക് ആനയിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപയുടെ കടാക്ഷം നമ്മിലേവരിലും വ്യാപരിക്കട്ടെ എന്ന പ്രത്യാശയോടെ ഈ ഭാഗത്ത് നിന്ന് വിരമിച്ചു കൊള്ളുകയാണ്.
ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവനായ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നിരന്തരമായ പഠനം വേദപുസ്തകത്തിൽ പഠിക്കുന്നതിലൂടെ കർത്താവിൻ്റെ തിരുവചനങ്ങളെ ആഴമായി ഗഹനമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും തക്കവണ്ണം പ്രതിജ്ഞാബദ്ധതയോടെ ഞങ്ങളുടെ ശുശ്രൂഷകളെ ചെയ്ത് പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ഞങ്ങളേവരോടും അവിടുന്ന് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയോടെ ഈ കൂട്ടായ്മയുടെ ഭാഗമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തിരുക്കരങ്ങൾ തരികയാണ്. അങ്ങയുടെ നാമം മാത്രമേ മഹത്വപ്പെടാവേ. ഈ ശുശ്രൂഷ ലോകമെങ്ങും എത്തുവാനും അവിടുത്തെ വരവ് അതിവേഗമാക്കുവാനും തക്കവണ്ണം ഞങ്ങളേവരെയും അതിനായി ഒരുക്കണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുത്തെ ദൈവം മൂലം കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം.